വീടിൻ്റെ ഹാപ്പിനെസ് മുഴുവൻ ആ വീട്ടിലെ വീട്ടമ്മയുടെ കയ്യിലാണെന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ. പലപ്പോഴും വീട്ടമ്മ എന്ന് പറയുന്ന ഒരു ടാഗ് വളരെ ചെറിയൊരു ടാഗാണെങ്കിൽ പോലും ഈ ലോകത്ത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പം ആ കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റി ആണെങ്കിലും അതേപോലെ വീട്ടിലുള്ള ഹസ്ബൻഡിൻ്റെ മൂഡാണെങ്കിലും ഹാപ്പി ആണെങ്കിലും വീട്ടിലുള്ള എല്ലാ റിലേറ്റീവ്സിൻ്റെയും സന്തോഷവും എല്ലാം കയ്യിലിരിക്കുന്നത് ആ വീട്ടമ്മയുടെ കയ്യിലാണ്. പൊതുവേ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു ഓഫീസിലേക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ നല്ല രീതിയിൽ അയച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഹാപ്പിനെസ്സും നമ്മളുടെ ആ ഒരു ലൈഫിൽ കാണുള്ളൂ. അപ്പോൾ വീട്ടമ്മ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു വലിയ നമ്മൾ എന്താ പറയുക ഹോം അഡ്മിനിസ്റ്റർ എന്നെല്ലാം പറയില്ലേ, അങ്ങനെ പറയുന്നതാണ് നല്ലത്. അങ്ങനെ ഒരാളാണ് ആ വ്യക്തി. അപ്പോൾ എങ്ങനെ ആയിരിക്കണം, അപ്പോൾ അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു 6 പോയിന്റ് ആട്ടോ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും അതുപോലെ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഞാൻ പറഞ്ഞാൽ തെറ്റ് തോന്നുകയാണെങ്കിൽ അത് കമന്റ് ചെയ്യാനും അതേപോലെ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ഒരു 6 പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. 6 പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കല്യാണം കഴിച്ച് വന്നിരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണ് ഇത് കേൾക്കുന്നെങ്കിൽ അവർക്ക് ഒത്തിരി നമ്മുടെ വീട്ടിൽ കയറി വൃത്തിയാക്കേണ്ടി അല്ലെങ്കിൽ എല്ലാ ജോലിയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷേ അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി അവിടെ അവർ ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ കാണിച്ചിരിക്കണം. എല്ലാ കാര്യങ്ങളിലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വൃത്തിയായിട്ടും ക്ലീൻ ആയിട്ടും വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു പാത്രം കഴുകുകയാണെങ്കിലും അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും. അല്ലാതെ നല്ല വലിയൊരു നമ്മളെപ്പോലെയുള്ള ഒരു വീട്ടമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ തന്നെ ആ വീട് വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് എപ്പോഴും ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാം വൃത്തിയിൽ വെക്കണം പറ്റണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അത് മന്ത്ലി ഒരിക്കലായിരിക്കാം അല്ലെങ്കിൽ വീക്കിലി ഒരിക്കലായിരിക്കാം. പക്ഷേ നമ്മൾ ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് അതൊക്കെ നല്ല നീറ്റിലും ക്ലീനിലും നമുക്ക് ഒരുക്കി വെക്കാനും അടിച്ച് വാരി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെക്കാനും സോഫ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കാനും. പിന്നെ എസ്പെഷ്യലി നമ്മുടെ കിച്ചണിലേക്ക് കയറുമ്പോൾ ഞാൻ തന്നെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു അടുക്കളയിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെല്ലാ കാര്യങ്ങളും വലിച്ചിടാതെ ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും വരുന്ന പാത്രങ്ങളൊക്കെ ടൈമിന് കഴുകി വെക്കാനും ബേസിനൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാനും ഇതൊക്കെ നമ്മൾ പരിശീലിക്കാം. നമ്മൾ അത് അവിടെ ഇവിടെ വലിച്ചിട്ട് നടക്കാതെ പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ വീടിൻ്റെ മൊത്തത്തിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾക്ക് ആൾക്കാർ കാണുന്ന സമയത്തെങ്കിലും നമ്മൾ ഓക്കെ എല്ലാം അടുക്കും ചിട്ടയിലാണ് എന്ന് ആക്കി വെക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പേഴ്സണലി നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം നമ്മുടെ വീടിനെ നന്നായി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു ടൈം എടുത്ത് നമ്മൾ അതിന് വേണ്ടി ഫിക്സ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്ത് വെക്കുക. അതിൽ നമുക്കൊരു പോയിന്റ് തന്നെ ഉണ്ട് കേട്ടോ കിട്ടാൻ. അത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്നാണെങ്കിലും വീട്ടുകാരുടെ അടുത്താണെങ്കിലും നമുക്ക് ഇവരെല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ള ഫാമിലി ഉണ്ടാവും എല്ലാവരും കൂടി ചെയ്തു തരുന്ന. അങ്ങനെയാണെങ്കിൽ അത് വളരെ ഹാപ്പി ആയിരിക്കും. നമ്മളുടെ ക്യാരക്ടർ അതാണ് സെക്കൻഡ് പോയിന്റ് കേട്ടോ. നമ്മുടെ ബിഹേവിയർ നമ്മുടെ പേഴ്സണാലിറ്റി ആണ് നമ്മളെ വീട്ടിനെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കുന്നത്. അത് നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പേഴ്സണാലിറ്റി ആൻഡ് നമ്മുടെ ബിഹേവിയർ. നമ്മൾ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുക, നമ്മൾ അച്ഛനായാലും അമ്മയാലും അമ്മയും അച്ഛനും അങ്ങനെ ഉണ്ടാവില്ലേ, അവരുടെ അടുത്താണെങ്കിലും ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും മക്കളുടെ അടുത്താണെങ്കിലും കയറി വരുന്ന റിലേറ്റീവ്സിനാണെങ്കിലും നെയ്ബേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ ബിഹേവിയറും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യണം നമ്മുടെ പേഴ്സണാലിറ്റിനെ. ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ അവരെന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ടിട്ട് വേഗം ദേഷ്യം പിടിക്കാനും മിണ്ടാതിരിക്കാനും പിണങ്ങാനും എന്ന് ശ്രദ്ധിക്കാതെ ഒരിക്കലും അത് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന വിട്ട് കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രായമായ ആളല്ലേ കുട്ടികളല്ലേ ഹസ്ബൻഡ് അല്ലേ എന്ന് വിചാരിച്ച് അതിന് വിട്ട് കളയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വിട്ട് കളയാനും അതുപോലെ ഭയങ്കര നമ്മൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവർ നമ്മളത് ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്പേസ് എന്തായാലും കിട്ടും. വീട്ടമ്മ എന്നുള്ള രീതിയിൽ ആരും മാറ്റി നിർത്തില്ല അല്ലെങ്കിൽ ഇവിടെ അടുത്തൊന്നും ചോദിച്ച കാര്യമൊന്നുമില്ല എന്നാക്കുന്ന ആ ഒരു സംഭവം ഉണ്ടാവേയില്ല. നമ്മുടെ പേഴ്സണാലിറ്റീനെ നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആസ് എ വീട്ടമ്മ അല്ലെങ്കിൽ നമ്മുടെ അവിടെ വീട്ടിലെല്ലാ കാര്യം നോക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യുക, നമ്മളവിടെ സ്മാർട്ട് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു സ്പേസ് കിട്ടും. അത് കല്യാണം കഴിച്ച് വന്നപ്പോൾ തൊട്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇനി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഒരു ഗുഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമുക്കൊരു ഗുഡ് ബിഹേവിയർ അവിടെ ഉണ്ടാവുന്നത് നല്ല കാര്യമാണ്. അത് നമ്മളെ നല്ല ഒരു വുമൺ ആക്കും. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കുട്ടികളുണ്ടാവുമല്ലോ, ആ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ 100 അല്ലെങ്കിൽ 110 അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഒരമ്മ അത്രയും പെർഫെക്റ്റ് ആവുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച തൊട്ട് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ട് തന്നെ ആ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളിലും ലേസിനെസ് കാണിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പല വീഡിയോകളിലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നോക്കിയില്ല കുട്ടീനെ ഇങ്ങനെ അവിടെ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് നമ്മളെ പറ്റിയ ഒരാൾ പറയാൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പാരൻസ് അല്ലെങ്കിൽ വന്നു കയറുന്ന റിലേറ്റീവ്സ് അടുത്തുള്ള നെയ്ബേഴ്സ് നമ്മളെ പറ്റി പറയേണ്ടത് നീ അങ്ങനെയാണെന്നല്ല. ഷീ ഈസ് വെരി സ്മാർട്ട്. അവളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും A to Z വരുന്നതിനേക്കാൾ മുമ്പേ ഡിസൈഡ് ചെയ്ത് ചെയ്യുന്ന ഒരു ഗുഡ് മദർ ആണെന്ന് പറയാനുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാക്കുക. അത് ഏറ്റവും വലിയ കാര്യമാണ്. വീട്ടമ്മ ആയിട്ട് നമ്മൾ വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുക എന്നുള്ളതാണ്. അതവരുടെ പഠനത്തിൻ്റെ കാര്യമായാലും അവരുടെ പേഴ്സണൽ
പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും അവരുടെ ഭക്ഷണമായാലും അവരുടെ എന്ത് കാര്യമാണെങ്കിലും അതിൽ നമ്മൾ 100 ആവാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ അവിടെ അമ്മയമ്മയുടെ മുമ്പിലാണെങ്കിലും ഹസ്ബൻഡിൻ്റെ മുമ്പിലാണെങ്കിലും നമ്മളൊരു പെർഫെക്റ്റ് ഒരു മദറായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുട്ടികളുടെ കാര്യമാകുമ്പോൾ അവിടെ തന്നെ നമ്മൾക്കൊരു വില, നമ്മളുടെ ഒരു ക്വാളിറ്റി ആ വീട്ടിലുള്ളവർക്കും ആ നാട്ടിലുള്ളവർക്കും റിലേറ്റീവ്സ് ആയി നിൽക്കുന്നവർക്കും എല്ലാം മനസ്സിലാവും. പൊതുവെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടാവുക അമ്മമാരാണ്, നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാരാണ്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടാവും, ചെയ്യുന്നുണ്ടാവും. പക്ഷേ വീട്ടിൽ പല കാര്യങ്ങളും ഉണ്ടാവും, വീട്ടിൽ പല സിറ്റുവേഷൻസ് വരാം, ഹോസ്പിറ്റലാകാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പല ക്യാഷ് അടയ്ക്കുന്ന അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിലൊക്കെ നമ്മുടെ സ്മാർട്ട്നെസ്സും കൂടെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാം ഹസ്ബൻഡിൻ്റെ തലയിലും നമ്മുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ നമുക്കൊരു പുറത്ത് നമ്മുടെ ഒരു കാര്യം പെർഫോം ചെയ്യാൻ കിട്ടുന്ന ചില സിറ്റുവേഷൻസുകളാണ് ഇതൊക്കെ. നമ്മൾക്ക് ബില്ലടയ്ക്കാൻ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വീട്ടിലുള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരിക, അങ്ങനെയൊക്കെ നമുക്ക് ചില സമയത്ത് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷേ ഈ വക കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങി ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യം കേട്ടോ. അത് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഹസ്ബൻഡ് തലയിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഏൽപ്പിക്കാനോ ചെയ്യാതെ നമ്മൾ വീട്ടിലെ എപ്പോഴും അടുക്കള ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒതുങ്ങാതെ കുട്ടികളുടെ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളിലും അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും നമ്മൾ ഇറങ്ങി ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മളുടെ ഒരു ഹൗസ് വൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റാൻ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ് എന്ന് പറയുന്നതിൽ നിന്നും മാറി നമ്മുടെ വ്യക്തിത്വത്തിനെ മാറ്റുന്ന ഒരു കാര്യമാണത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ സ്മാർട്ടായി ഓടി നടന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ വളരെ പേടിയുണ്ടായിരുന്ന ഒരാളാണ്, മുന്നേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഇപ്പം ഓടി നടന്ന് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾക്ക് ഒന്നിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഇത്രയേ സംഭവമുള്ളൂ, നമ്മൾ വെറുതെ പേടിച്ചാണ് തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ ഇറങ്ങി ചെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ 5th പോയിന്റായിട്ട് പറയുന്ന കാര്യം, നമ്മൾ റിലേറ്റീവ്സിനും നെയ്ബേഴ്സിനും നമ്മൾ നല്ലൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലേക്ക് അവർ വരാം, നമ്മൾ അവരുടെ കാര്യങ്ങളെ, നമുക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ഗോസിപ്പ് ആ രീതിയിലുള്ളതല്ല പറയുന്നത്, അല്ലാതെ നല്ല രീതിയിൽ മെസ്സേജസ് കൊടുത്തിട്ടും സംസാരിച്ചിട്ടും കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ റിലേറ്റീവ്സ് വീട്ടിലേക്ക് വരുന്ന സംബന്ധിച്ച് ചിലപ്പോൾ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ സൈലൻ്റ് ആയിട്ട് ഒതുങ്ങിക്കൂടരുതും ഇൻട്രോവേർട്ടഡ് ആയിട്ടിരിക്കാതെ ഭയങ്കര ഓവർ സ്മാർട്ട്നെസ് കാണിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. എന്നാൽ എല്ലാവരുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കാനും അവരുടെ അടുത്തൊക്കെ സ്പേസ് കൊടുക്കാനും, നമ്മൾ ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി 2-3 വർഷം ആകുമ്പോഴേക്കും ആ കണ്ട റിലേറ്റീവ്സ് ആദ്യം കല്യാണം കഴിച്ച് വന്ന പാടും അതിന് അഹങ്കാരം എന്ന് പറഞ്ഞ റിലേറ്റീവ്സ് തന്നെ പറയും നല്ല മോളാണ് അല്ലെങ്കിൽ നല്ല ആളാണ് എന്ന് നമ്മളെ പറ്റി പറയാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ അവരുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാം. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും നമ്മൾ ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ചായ വെച്ച് അങ്ങനെ അടുക്കളയിൽ ഒതുങ്ങാതെ വന്ന് വിശേഷങ്ങൾ സംസാരിക്കാനും കാര്യങ്ങളും, അതേപോലെ തന്നെ അടുത്തുള്ള നെയ്ബേഴ്സിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കാനും അവരുമായിട്ടൊരു ഒത്തിരി കോൺടാക്ട് വെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഓരോരോ നാടിൻ്റെ സാഹചര്യമായിരിക്കും. പക്ഷേ എന്നാൽ പോലും ചെറിയ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ വെക്കാനും അവർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴും ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും പറയാനും, അതേപോലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ പറഞ്ഞ് ആ ഒരു ബന്ധമുണ്ടല്ലോ, റിലേറ്റീവ്സിനോടും നെയ്ബേഴ്സുമായിട്ടുള്ള നമ്മുടെ ഒരു കണക്ഷൻ, അതൊരു നല്ലൊരു ഗുഡ് കണക്ഷൻ ആക്കി വെക്കുക. അപ്പോൾ തന്നെ നമ്മൾ ആ വീട്ടിൽ നല്ലൊരു മരുമകളാണ് അല്ലെങ്കിൽ ആ വീട്ടിൽ നല്ലൊരു കുട്ടിയാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ആ കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ ആ വീട് സൂപ്പറാണ് എന്ന് പറയും. ഒത്തിരി പോയിന്റ്സ് ഉണ്ട് കേട്ടോ. നല്ല ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള 6 പോയിന്റ് പറയാം കേട്ടോ. ഇത് നമ്മുടെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും നമ്മുടെ അടുത്ത് കുട്ടികളുടെ അടുത്താണെങ്കിലും എല്ലായിടത്തും നമ്മൾ കാണിക്കുന്ന ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. നമുക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഓടാതെ നമുക്കായിട്ടൊരു സ്പേസ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ അമ്മയും അച്ഛനൊക്കെ നമ്മുടെ ഒന്നും അല്ല തോന്നിയിട്ട് കഴിയുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അങ്ങനെയല്ലാതെ അവർ നമ്മുടെ അച്ഛനും അമ്മയാണ്, ഇതെന്താ ഇന്നിങ്ങനെ ക്ഷീണം, മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ അടുത്ത് തമാശ പറഞ്ഞിട്ടും അല്ലെങ്കിൽ അവരുടെ അടുത്ത് കണക്ട് ചെയ്ത് സംസാരിച്ചിട്ടും നമ്മളങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആവാൻ വേണ്ടി ശ്രമിക്കണം. വന്ന് കല്യാണം കഴിച്ച് കയറിയ പാട് തന്നെ നമ്മൾ അവിടെ കണക്ഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ചോയ്സ് കേട്ടോ. ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ആവാനാണ് ഇഷ്ടം. ഇവിടെ എൻ്റെ അച്ഛനെ പോലെയാണ് ഇവിടുത്തെ അച്ഛനെ ഞാൻ അടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മയുടെ അടുത്ത് എൻ്റെ അമ്മയെക്കാളേറെയാണ് ഞാൻ സംസാരിക്കുക. കാരണം എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാനും, ഇപ്പം അച്ഛനാണെങ്കിൽ ഒരു ഷർട്ട് ഇട്ടൊന്നും എനിക്ക് ഇത് കൊള്ളില്ല, വേറെ ഷർട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ തോന്നുന്ന രീതിയിൽ നമ്മളൊരു റിലേഷൻഷിപ്പ് കൊണ്ടുവരിക. അത് നമ്മൾ അവരായിട്ടുള്ള ഒരു ആത്മബന്ധം, പേഴ്സണൽ ആത്മബന്ധം നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അത് ഓരോ വർഷം കഴിയുന്തോറും മരുമകൾ മാറി മകളായി വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഹസ്ബൻഡുമായിട്ടുള്ള പേഴ്സണൽ നമ്മുടെ ഈ ഒരു ഹൗസ് വൈഫ് എന്ന രീതിയിൽ ഒരു അമ്മായിയമ്മയുടെയും അമ്മയച്ഛൻ്റെയും മരുമകളും എന്നല്ല, ഒരു കുട്ടികളുടെ അമ്മ എന്നുള്ളതിനേക്കാൾ എല്ലാത്തിനേക്കാളും ഉപരി എന്ന് പറയുന്നത് ഒരാളുടെ വൈഫാണ്. അതാണ് ആ ഹൗസ് വൈഫ് എന്നുള്ള പേര് തന്നെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു ആളോട് നമ്മൾ കാണിക്കുന്ന നമ്മളുടെ ആ സ്നേഹം, നമ്മളെ കെയർ, നമ്മുടെ എല്ലാം അവിടെ കാണിക്കണം. എപ്പോഴും വഴക്കിടാനും അടിയുണ്ടാക്കാനും എന്തെങ്കിലുമൊക്കെ ക്ഷമിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് തുറന്നടിച്ച് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. ആ വ്യക്തിക്ക് നിങ്ങൾ ആദ്യമേ അങ്ങനെ ആണെങ്കിൽ ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും, അവൾ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു നല്ല ആത്മബന്ധം ഉണ്ടാക്കുക, ഒരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു
ലെവലിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ വർഷം കഴിയുന്തോറും എന്താ പറയുക, 16 എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ തന്നെ മുൻകൂട്ടി ഇറങ്ങി ചെയ്യുക. കാരണം നമ്മൾക്ക് പ്രഷേഴ്സ് ഉണ്ട് വീട്ടിലെല്ലാ കാര്യങ്ങളും, പക്ഷെ അതിനേക്കാളേറെ പ്രഷേഴ്സ് ഓഫീസിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, അവരുടെ ഉണ്ടാവാം ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു ക്രിയേഷൻ അവിടെ ഉണ്ടാക്കുക നല്ലൊരു രീതിയിൽ. അതേപോലെ കുട്ടികളുടെ ആണെങ്കിലും ഒരു നല്ല അമ്മയായിരിക്കണം, അതേപോലെ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം, അതേപോലെ നല്ലൊരു വെൽ വിഷർ ആയിരിക്കണം. എല്ലാ രീതിയിലും കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അമ്മയാണ് സൂപ്പർ ഹീറോ, അതിൻ്റെ അപ്പുറത്ത് വേറെ ഇല്ല എന്ന് തോന്നുന്ന രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണം. നമുക്ക് ഒരുപാട് എഫേർട്ട് ആയിരിക്കാം, കാരണം വീട്ടിലെ ജോലി എല്ലാം എടുത്തു കഴിഞ്ഞാലും. പക്ഷേ ഈ പൊതുവെ പറയുന്നില്ലേ, ഒരു അസ്വാഫിൻ്റെ കാര്യത്തിൽ അവർക്ക് അവരുടെ എനർജി എന്ന് പറയുന്നത് 100% അല്ല, 200% എടുത്താലും തീരില്ല എന്ന് പറയുന്നത്. നമ്മളൊരു സൂപ്പർ ഹ്യൂമൻ ബീൻ ആവണല്ലേ, സൂപ്പർ വുമൺ ആവണല്ലേ, സൂപ്പർ ഹൗസ് വൈഫ് ആവണമെങ്കിൽ ഈ രീതിയിലൊക്കെ തന്നെ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ചടഞ്ഞിരിക്കാതെ അങ്ങനെ ഇരുന്ന് പോകുന്ന സമയങ്ങളുണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും, മനുഷ്യരാണ്. പക്ഷേ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ മുമ്പിലും നമ്മളൊരു സൂപ്പർ മദർ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ബാക്കി എല്ലാ റിലേറ്റീവ്സിൻ്റെ മുമ്പിലാണെങ്കിലും എല്ലായിടത്താണെങ്കിലും നമ്മൾ കുറച്ചൊന്ന് സ്മാർട്ടായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹൗസ് വൈഫ് എന്നുള്ള ഒരു ടാഗ്, അല്ലെങ്കിൽ അവളൊരു അടുക്കള മൂലയ്ക്ക് ഇരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലല്ല ബാക്കിയുള്ളവർ നമ്മളെ നോക്കിക്കാണുക. നമ്മളെന്ന ഒരു സൂപ്പർ വുമണിനെയാണ് അവർ കാണുക, നമ്മളെന്നൊരു സൂപ്പർ മദറിനെയാണ് കാണുക, നമ്മളെന്ന സൂപ്പർ വൈഫിനെയാണ് കാണുക, നമ്മളെന്ന സൂപ്പർ മരുമകളെയാണ് അവിടെ എല്ലാവരും കാണുക. അപ്പം അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു അടിപൊളി ഹാപ്പിയസ്റ്റ് ലൈഫായിരിക്കും. സങ്കടങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ജീവിതമില്ല. എന്നാൽ പോലും നമ്മുടെ ജീവിതത്തെ നമ്മളാണ് ചിത്രീകരിക്കേണ്ടത്, നമ്മളാണ് അതിനെ വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യുക.